പുറത്തു പോവാൻ വരുന്നേ? ഗുഡ് മോർണിംഗ് ഗൈസ്. 4 പേർക്കും ഗുഡ് മോർണിംഗ്. പുറത്തു പോവാ? റെഡിയാ മോമോ? ശരി, ഞാൻ പോവാണ്. ടാറ്റാ. എങ്ങനെയുണ്ട് രാവിലത്തെ വാക്കിംഗ് ഒക്കെ? കണ്ണു തുറക്കാൻ പറ്റില്ല. നിന്നെ അവള് വലിച്ചിട്ട് പോവാ? എന്നെ വാക്കിംഗ് കൊണ്ടുവന്നു. തിരിച്ചു പോയിട്ട് അതേപോലെ ഉറങ്ങണം. അതുകൊണ്ട് ഞാൻ കണ്ണ് ഫുള്ള് തുറക്കണില്ല. കണ്ണ് പാതി തുറക്കും. വണ്ടി വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ചായയും കപ്പയും. ഇന്ന് നമ്മുടെ ഡേ 5 ആണ്. ഡേ 5 ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് മേത്തി സീഡ്സ് വാട്ടർ, ഫെനുഗ്രീക്ക് സീഡ്സ് വാട്ടർ വെച്ചിട്ടാണ്. ഇവിടെ മൊത്തം ഫാമിലി ഉണ്ട്. അച്ഛൻ, അമ്മ, പിന്നെ മോള്. ഫുൾ ഹൗസ്. ഇവരുടെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വന്നുള്ളൂ. ഇനി ഞാൻ എൻ്റെ വാട്ടറൊക്കെ കുടിച്ച് കുറച്ച് നേരം ചിൽ ചെയ്തിട്ട്, ഇന്ന് സാറ്റർഡേ ആണല്ലോ, കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങണം. അതാണ് പ്ലാൻ. ഹാപ്പി സുഗി. ഇനി മുതൽ സുഗിക്ക് ഡെയിലി ഇവിടെ പാല് വരും. അങ്ങനൊന്നും ആക്കല്ല സുഗി. Fresh milk from the field, the farm. Cow. From the farm. So നമ്മൾ ഇന്ന് മുതൽ ഇവിടെ 1/2 ലിറ്റർ പാല് വരുത്താൻ തുടങ്ങി. സോ നമുക്കിവിടെ നമ്മളിപ്പോൾ സിറ്റിയിലല്ലല്ലോ, അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു കൗ ഫാം ഉണ്ട്, കാറ്റിൽ ഫാം. അവിടെ നിന്ന് ഇവിടെ സൊസൈറ്റിയിൽ കുറേ ആൾക്കാർ പാല് വാങ്ങുന്നുണ്ട്. 1/2 ലിറ്റർ 30 rupees. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ 1/2 ലിറ്റർ 24 rupeesനാണ് പാക്കറ്റ് പാല് വാങ്ങണത്. അത് വെള്ളം പോലെ ഉണ്ടാവണ പാല്. ഇത് നമുക്ക് 1/2 ലിറ്റർ 30 rupeesന് കിട്ടും. നല്ല പാല്, കട്ടിയുള്ളത്, ഫുൾ ഫാറ്റ് മിൽക്ക്. അപ്പോൾ സുഗി ചായ ഉണ്ടാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തൈര് ഉണ്ടാക്കാം. കാരണം ഇവിടെ ഡെയിലി നമ്മൾ തൈര് കഴിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഫ്രഷ് തൈരൊക്കെ ഉണ്ടാക്കാം. ട്രൈ ചെയ്യാം. തൈര് ഒഴിക്കണ ഒരു പാത്രം വാങ്ങണം. ആര് ഇതെന്താ ഓളിന്നിട്ടിരിക്ക? മോളിനെ പേടിച്ച മമ്മ അവിടെ പോയി. പക്ഷെ എന്താ ജോറോ മമ്മോണ് പേടിച്ചിട്ടിരിക്ക? അതൊക്കെ അവൻ ഉള്ളിൽ കയറി ഇരിക്കും അല്ലേ? പ്രൊട്ടക്ഷൻ, ഓൾ ലെയർ പ്രൊട്ടക്ഷൻ. അങ്ങോട്ട് ഇങ്ങോട്ട് അതാ വന്നു. പക്ഷെ അവരൊന്നുമില്ല, ഒരു മൈൻഡുള്ള അമ്മൻ്റെ അടുത്ത് ഇരിക്കും അല്ലേ? ഇന്ന് കിട്ടില്ല അല്ലേ? മദർ ഓഫ് ഡ്രാഗൺ പോലെ മദർ ഓഫ് ഷിഡ്ജൂസ്. Mother of Shih Tzus. എന്താ സുഗി? ഒന്നുമില്ല, വീട്ടിലിരുന്ന് വിളിച്ചിട്ട് എന്താടാ 2 ആൾ പണിക്ക് പോണ്ട്, സാലറി ഒക്കെ മേടിക്കണ്ട, ഒരു ഗ്യാസ് മേടിക്കാൻ പൈസ ഇല്ല പറഞ്ഞിട്ടു. പക്ഷെ ഗ്യാസ് നമ്മൾ മേടിച്ചു, അത് വേറെ കാര്യം. അതുകൊണ്ട് അത് അടുത്ത ദിവസം ഒരു ഇതിൽ പറയാ പറഞ്ഞ എടുത്തതാ. ആരും തെറ്റിദ്ധരിക്കണ്ട, അവിടെ കഷ്ടപ്പാടൊന്നുമില്ല, നല്ല സുഖിച്ച് ജീവിക്കുക. എല്ലാരും ഇനിയിപ്പോ പിരിവിട്ടിട്ട് നമുക്ക് സിലിണ്ടറിന്റെ പൈസ പിരിവിട്ടിട്ട് അയച്ചു വിടും. ഗൈസ്, ഞങ്ങൾ എല്ലാം ട്രൈ ചെയ്യണം എങ്ങനെ നമുക്ക് യൂട്യൂബ് റീച്ച് ആക്കാം. ഒരു ദിവസം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, എല്ലാം നന്നായിട്ട് തന്നെ പോണ്ട്, കഷ്ടപ്പാടൊന്നുമില്ല. സിലിണ്ടർ ആയി ഓൾറെഡി. സിലിണ്ടർ തീർന്നപ്പോ അടുത്ത ദിവസം മേടിച്ചത്, അത്രേ ഉള്ളൂ. ഇവിടെ ഒരാൾ എന്റെ ശല്യം ചെയ്തിട്ടിരിക്ക. ഇത് തിന്നുന്നതല്ല, രാവിലെ മുതൽ കളിക്കാ നമ്മള്. നമുക്ക് കളിക്കണോ അത്ര. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി.
2 പേർക്ക് 2 അപ്പം വെച്ചിട്ട് ഇന്നലത്തെ ഗ്രീൻ പീസ് കറി ഉണ്ട്. പിന്നെ ഡബിൾ ഓംലെറ്റ്സ്, 2 ഡബിൾ ഓംലെറ്റ്സ്. സോ ദിസ് ഈസ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷെ സുഖി പറഞ്ഞ് ഇതുവേ നല്ല ഹെവി ആയിട്ടുണ്ട്, ഇപ്പോൾ ഫ്രൂട്ട്സ് വേണ്ട പറഞ്ഞു. സോ അത് നമുക്കൊരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് പിന്നെ കഴിക്കാം. സോ സാറ്റർഡേ ഫുഡ് സ്റ്റാർട്ടായി ഗൈസ്. ലഞ്ച് എന്തുണ്ടാക്കണം എന്നൊക്കെ ഞങ്ങൾ ആലോചിക്കട്ടെ കേട്ടോ. ഏത് മോംഷി മോമോ നീ കളിക്കണ? നീ മിണ്ടാണ്ടിരിക്കേ, കളിക്ക്. ബൗൾ എടുത്തിട്ട് വാ. ആ കളിക്ക് പൊന്നെ. ദാദാ ഗുഡ് ഗേൾ, ബ്രിങ് ഇറ്റ് ഹിയർ. മോമോ എടുത്തിട്ട് വാ. ഗുഡ് ഗേൾ. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങളുടെ വീഡിയോ നോക്കി സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. Of your dog and see what happens. Hurry anywhere. Nobody arrived yet, but I didn't mind. അവിടെ ഉണങ്ങട്ടെ, തുടച്ചിട്ട്. റൂഫി ഇവിടെ വാ. അവിടെ ഉണങ്ങട്ടെ, ഉണങ്ങിയിട്ട് പോവാം. തുടച്ചിട്ട് ഇന്ന് ലഞ്ചിന് പംകിൻ, പിന്നെ ഒരു മോര് കാച്ചിയത്, ഫിഷ് ഫ്രൈ, ചോറ്. മൊമോ ആണ് കേട്ടോ അത്. മൊമോ കിടന്നുറങ്ങുന്നുണ്ട്. കിടന്നടി അമ്മോ, കിടന്നോ, ഉറങ്ങിക്കോട്ടാ. ഗുഡ് ഗേളാ, ഉറങ്ങിക്കോ. ബൈ. സോറി ഫോർ ഡിസ്റ്റർബിങ്. ഇപ്പോൾ സമയം 3:45. നമ്മളിവിടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് റെഡി, പിന്നെ പംകിൻ റെഡി, പിന്നെ മോരുകറി റെഡി. ഇതൊക്കെ ഒരു യെല്ലോയിഷ് ആയി കാണും, അത് ഈ ലൈറ്റ്സ് കാരണമാണ്. ഞാൻ ഇതൊക്കെ സെർവ് ചെയ്തിട്ട് കാണിക്കാം. സോ ഇന്നത്തെ ലഞ്ച് ഗൈസ്, ചോറ്, കുക്കുംബർ, ഫിഷ് ഫ്രൈ, പംകിൻ, പിന്നെ മാംഗോ പിക്കിൾ, പിന്നെ നല്ല കേരള കുക്കുംബർ വെച്ചിട്ട്, അതിനെന്താ പറയുക, കണിവെള്ളരി, അത് വെച്ചിട്ടുള്ള ഒരു മോരുകറി. കഴിക്കാം സുഖി? പപ്പടം കൂടെ വറക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കും ഞാൻ വിചാരിച്ചില്ല. ഞാനില്ലേ ചുമ്മാ മീൻ വറുത്തിട്ട് തൈരും മീൻ വറുത്തതും അച്ചാറും കൂടി കഴിക്കാതൊക്കെ ആയിരുന്നു ഫുൾ പ്ലാൻ. എങ്ങനെയുണ്ട്? എന്ത് മോര് കറിയാ? ഫിഷ് ഫ്രൈ എങ്ങനെയുണ്ട്? ചെറിയ മന്ദൾ വെച്ച് കൊതിച്ചിട്ട് കിട്ടിയത് വലിയ മന്ദൾ. സുഖി വണ്ടി
പശുക്കളുടെ കൂടെ വാക്കിങ്ങിന് വന്നേക്ക മൊമോ. മൊമോ വാക്കിംഗ് വന്നുണ്ടോ മൊമോ? മോം ഷീ നല്ല മഴക്കാറുണ്ടാവും, മഴ പെയ്യും, തീരെ വെയിലുണ്ടാവൂല പറഞ്ഞിട്ട് എന്നെ ഒരാൾ കൊണ്ടുവന്നത്. അതിപ്പോ 2 സെക്കൻഡ്സിന് ഇപ്പൊ വരും തിരിച്ച്. മഴക്കാറിന്റെ ഉള്ളിൽ പോയി നോക്ക്. ചിച്ചി എന്ത് പൊന്നെ ആർക്ക് ബിസ്ക്കറ്റ് വേണ്ടത്? ഗുഡ്. അത് ആദ്യം ഏറ്റവും ചെറിയ ആൾക്ക് കൊടുക്കാം. ഗുഡ് ഗേൾ മോമോ. ഹൈ ഫൈവ്. വെരി ഗുഡ് മോമോ. വെരി ഗുഡ്. വെരി ഇസ് റൂഫി? കം റൂഫി, കം. Shake it. High five. Good girl, Rufi. അമ്മന്റെ പൊന്നിന്റെ ഒരു ഹൈ ഫൈവ് വേസ്റ്റ് ആയാ. നീ ഏറ്റവും മൂത്ത കുട്ടിയല്ലേ, നിനക്ക് ലാസ്റ്റ് തരാം. ഷേക്ക് ഹൈ ഫൈവ്. ഗുഡ് ബോയ് സോറോ. ചിയേഴ്സ്. നീ വരുവോ വീഡിയോ? ചിയേഴ്സ്. സുഖിന്റെ ചായ കൊറേ നാള് കഴിഞ്ഞിട്ട്. ഇന്ന് സുഖിക്ക് ഒരു സാധനം ഇവിടെ സെറ്റ് ചെയ്യാനുണ്ടല്ലോ. എന്താ അത്? എക്സ്ബോക്സ്. എവിടുന്ന എക്സ്ബോക്സ്? നിങ്ങൾ വിചാരിക്കും ഞാൻ സുഖിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നു. നോ, അത്ര സ്നേഹമില്ല. ഗെയിം കൊടുത്തിട്ടുള്ള സ്നേഹം. ഇത് പ്രശാന്ത് നാട്ടിൽ പോകുമ്പോ അവന്റെ എക്സ്ബോക്സ് തന്നിട്ട് പോയതാണ്. എന്തായാലും ഇവിടെ ആളില്ലല്ലോ, അപ്പൊ കളിച്ചോ. അത് കിച്ചണിൽ യൂസ് ചെയ്യല്ലേ? കിച്ചണിൽ യൂസ് ചെയ്യണ്ട്, ആവശ്യമുണ്ട്. അതെനിക്കറിയില്ല. കിച്ചണിലുള്ള എടുക്കാതെ പിന്നെ വേറൊരു സാധനം കൂടെ സുഖിന് കിട്ടിയിട്ടുണ്ട്. പറ്റുവെച്ചെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുക്കാൻ നോക്കാം. പ്രശാന്തിന്റെ ഡുക്കാട്ടി ബൈക്ക് എല്ലാ ആഴ്ചയും 1-2 പ്രാവശ്യങ്ങളിൽ ഓടിക്കണം പറഞ്ഞിട്ട് കീ കൊടുത്തിട്ടുണ്ട്. പിന്നിലിരുന്ന് പോകാനൊന്നും അതിൽ പറ്റുമെന്ന് തോന്നണില്ല. ട്രൈ ചെയ്യാം, ഒരു വീഡിയോ എടുക്കാൻ നോക്കാം. ടുമോറോ സൺഡേ. മുമ്മുന് ഇനി വേണം ബിസ്ക്കറ്റ്. ഗുഡ് ഗേൾ. നീ ഫസ്റ്റ് നിന്റത് കഴിക്കി തന്നത്. മോമോ ഫിനിഷ് ചെയ്തപ്പോ മോമോ ഗുഡ് ഗേൾ. നീ ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ എണീറ്റ് പോയാ? എക്സ്ബോക്സ് ഫിറ്റ് ചെയ്യാനാ? എന്ത് മനുഷ്യനാണ് ഇത്? ഒരു ചിയേഴ്സ് ആക്കി ചായ കുടിക്കാന്, എന്നിട്ട് ചായ കുടിക്കായിരുന്നില്ല, അപ്പോഴത്തേന് എക്സ്ബോക്സ് ഫിറ്റ് ചെയ്യാൻ പോയേക്കണം. ഗൈസ്, ഇന്നൊരു ലേസി സാറ്റർഡേ ആയിരുന്നു. ഞാൻ ഫുൾ പാമ്പറിങ് സെഷൻ ആയിരുന്നു. ഒരു 2.5 hours. 2.5 hours വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഐ വാസ് ജസ്റ്റ് ചില്ലിങ്. കറക്റ്റ് സമയമാണ്. പീരിയഡ്സ് സെക്കൻഡ് ഡേ നല്ല ഫുട്ട് മസാജും പെഡിക്യൂറും ഫേഷ്യലൊക്കെ ചെയ്ത് ഞാൻ നല്ല ചിൽ ചെയ്ത് നല്ലൊരു കുളി പാസ്സാക്കി നല്ല നാടൻ ലഞ്ച് കഴിച്ച് മീൻ വറുത്തതും മോരുകറിയൊക്കെ കൂട്ടി. ഇന്ന് നമ്മൾ ഫുട്ബോളിനൊന്നും പോണില്ല, ബിക്കോസ് ഇന്ന് മൊമോ നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫുൾ ഡേ അല്ലേ, ഇന്നലെ നൈറ്റ് അല്ലേ വന്നുള്ളൂ. അപ്പൊ ഇന്ന് തന്നെ അവളിനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയിട്ട് അവള് സാഡ് ആവണ്ട പറഞ്ഞിട്ട് ഐ നോട്ട് ഗോയിങ് എനിവേർ. പക്ഷെ ഇന്ന് ഞങ്ങൾ വാക്കിങ്ങിന് കാർ എടുത്തിട്ട് പോയി, കാരണം അവൾക്ക് കാറ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് നടന്നു പോയുള്ള ദൂരം തന്നെ ഉള്ളൂ. പക്ഷെ ഇന്ന് മൊമ്മോന് കാർ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ കാർ എടുത്തിട്ട് കുറച്ചടുത്ത് വരെ പോയിട്ട് അവിടെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. പിന്നെ ഞാൻ ഡിന്നറൊന്നും കഴിക്കണ്ടാവില്ല. ഇനി ഫ്രണ്ട്സൊക്കെ കൂടെ വരുമല്ലേ എന്താണെന്നൊന്നും അറിയില്ല. ഇവൻ ഡിന്നർ കഴിക്കും. എല്ലാം ഉണ്ട്, ചോറും കറി എല്ലാം ഉണ്ട്. ഇനി ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ചില്ലിങ്. ഇവ എന്നെ 2-3 ഗെയിമൊക്കെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണിക്കാം. പിന്നെ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് എന്താന്ന് ഞാൻ ഇപ്പൊ പറയില്ല, കാരണം അത് ഇന്ന് നടന്നില്ല.
അത് നാളെ നടക്കുവാണെങ്കിൽ അപ്പൊ അടുത്ത വീഡിയോയിൽ അത് ഞാൻ ഇടാം. ഓക്കെ, ഇനി ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് ചായ കുടിച്ചിട്ട് വരാം. ഇത് ഏതാ ഗെയിം സുഖി? ഇത് ഏതാ ഗെയിം? എന്ത്? മോർട്ടൽ കോമ്പാക്ട്. ഇതെനിക്ക് പഠിപ്പിച്ചു തരാൻ പോവത്ര കേട്ടാ സുഖി. നോക്കാം. എന്താ ചിരി? മോമോ, ഹേ മോമോ, ഹൗ ആർ യു? മോംഷി, കളി കഴിഞ്ഞാ? ടയേർഡായാ? ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. അവിടെ കിടന്നോ മോമോ, അവിടെ കിടന്നോ, കിടന്നോ. എന്താ മോമോ, ടെഡിന് എന്ത് ചെയ്യണ്ട് പൊന്നെ? നിന്റെ ടോയ് ആണോ അത്? കുറച്ച് റൂഫി, കുറച്ച് ടെഡിയാ? മോംഷി, ഫുഡൊക്കെ കഴിച്ച് ഗുഡ് ഗേൾ ആയല്ലോ. ഫുള്ള് ഫുഡ് കഴിച്ചല്ലോ ഇന്ന്. ഞാന് ബോറടിച്ചിരുന്നപ്പോ കയ്യിലെ നെയിൽ പോളിഷ് മാറ്റാ വിചാരിച്ചു. എൻ്റെ കയ്യിൽ കുറേ നെയിൽ പോളിഷ് ഉണ്ട്. ഇപ്പം ഇട്ടത് ഇതാ ഈ ഒരു ബ്ലൂ കളർ. കുറേ നാളായി പിങ്കും ബ്രൗണൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഇത്തവണ ബ്ലൂ ഇടാ വിചാരിച്ചു. ഹായ്, നമുക്ക് ചായ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഹൈബിസ്കസ് ടീ ആണ് ഉണ്ടാക്കുന്നത്. ഹൈബിസ്കസ് ടീ. പിന്നെ ഇപ്പം ഞാൻ ബിഞ്ച് വാച്ച് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലീൻ ഇത് സജസ്റ്റ് ചെയ്തത് സൗരവ് സജസ്റ്റ് ചെയ്തതാണ്. ഇപ്പം ഞാൻ അഡിക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ബിഞ്ച് വാച്ചിങ് പറ്റില്ല. എനിക്ക് വേഗം എനിക്ക് അത്ര അറ്റൻഷൻ സ്പാൻ ഇല്ല. 2 എപ്പിസോഡൊക്കെ കണ്ടാൽ എനിക്ക് ബോറടിക്കും. പക്ഷെ പിന്നെ തിരിച്ചും കാണും ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ എപ്പിസോഡ് 7 ആണിത്. സീസൺ 3 തോന്നുന്നുണ്ട്. സോ കോപ്പി റൈറ്റ് വരും. സോ ലെറ്റ് മീ പ്ലേ ദിസ് ദെൻ മേക്ക് മൈ ഹൈബിസ്കസ് ചായ. What I consider what you're saying. Yeah, no, I only tell you this because there tends to be 2 schools of thought there. Hi guys, so we are winding up day 5 successfully. ഇപ്പോൾ സമയം 12 മണിയായി. ഞാൻ കിടക്കാൻ പോവുകയാണ്. സുഖി ഓൾറെഡി കിടന്നത് എന്തുകൊണ്ടാണെന്നറിയോ? രാവിലെ പോർച്ചുഗലിൻ്റെ മാച്ച് ഉണ്ട് 5 മണിക്ക്. അതുകൊണ്ട് സുഖി കിടന്നു. ഞാൻ കുറച്ച് നാളെ രാവിലത്തേക്കുള്ള ഓവർനൈറ്റ് ഓട്സും അതൊക്കെ ആക്കരുന്ന്. അത് ഞാൻ കാണിച്ചില്ല. അതിപ്പോൾ അത്ര കാണിക്കാനൊന്നും ഇല്ലല്ലോ. നമ്മൾ ഓട്സും എന്താ പറയുക, ചിയാ സീഡ്സും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് അസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേ മോമോ നടന്നു പോണു. അത് അപ്പുറത്തെ വീട്ടിലത്തെ പപ്പീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മോമോ തിരഞ്ഞിട്ട് പോകും. പിന്നെ വോളിയം കുറച്ച് കുറവാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ മൈക്ക് വാങ്ങാം. മൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ സെറ്റാകും. സോ ഇത് കണ്ട, ഇവിടെ 2 പേര് കിടന്നുറങ്ങുന്നുണ്ട്, ഒരാൾ നടന്നിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ ദെൻ, see you tomorrow.